അത് ശരിയാന്നേ. പറയാനുള്ളതെല്ലാം ഇത്രയും നാളുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ? അത് കേട്ടെന്റെ വയറ് നല്ല പോലെ നിറയുകയും ചെയ്തു. ഇനി പറയാനുള്ള അവകാശമില്ലല്ലോ. നീ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. ഞാനിട്ട് തരാം. മോളെ പ്രിയമതേ, നീ ഞങ്ങളോട് പോകാൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. നിനക്കിഷ്ടമില്ലെങ്കിൽ ഇനി ജീവിതകാലം നിന്റെ കൺമുന്നിൽ പോലും വരില്ല. അതിനു പകരം എന്റെ മോനോട് നീ ക്രൂരത കാണിക്കരുത്. അവന്റെ ജീവിതം നീ തകർക്കാനും ശ്രമിക്കരുത്. നിന്റെ മകന്റെ ജീവിതം തകർത്ത് കളയണോ അതോ പുനരുദ്ധാരണം നടത്തണോന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മാഡം. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാനാവില്ല. ചെയ്തേ പറ്റൂ. ഇനി വെറുതെ വാച കടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കേ നിർവാഹമുള്ളൂ. മേഘനയുടെ കഴുത്തില് മുഹൂർത്തത്തിന് 10 മിനിറ്റ് മുമ്പേ നീ താലി കെട്ടിയിരിക്കണം. എന്താ പ്രിയമ്പത ഇത്? ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞോണ്ട് ഇവരോട് ശത്രുത പുലർത്തുന്നത് അന്യായമാണെന്ന് തോന്നുന്നില്ലേ? അന്യായോ? അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങള് മേഘനയോട് നീതി പുലർത്താൻ ശ്രമിച്ച അപ്പുറത്തെ മഞ്ചരിയോട് കാണിക്കുന്ന നെറിയടാവോ അത്? ഒരു പെണ്ണിന്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടി മറ്റൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതല്ല പ്രിയമതാന്റി, നീ പറഞ്ഞ സമയത്ത് താലി കെട്ട്. കൂടെ ജീവിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവോ അതോ ദേശത്തു നിന്ന് തന്നെ പോവോ എന്നുള്ളത് നീ തീരുമാനിച്ചോ. ആന്റി എന്ത് തന്നെ പറഞ്ഞാലും എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അവസാനായിട്ട് ഞാൻ നിന്നോട് ചോദിക്കാം, മേഘനയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റുമോ അതോ ഇതോടുകൂടി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു? ഇതൊന്നും ശരിയല്ല കേട്ടോ ആന്റി. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. അതെ പ്രിയമതേ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് ജയദേവനേക്കാൾ എന്റെ മോനാണ് വലുത്. പ്രിയമത പറഞ്ഞ പോലെ മേഘനയുടെ കഴുത്തിൽ അവൻ താലി കെട്ടും, ഉറപ്പ്. വല്യേട്ടാ, എന്താ സഞ്ജന? ഏട്ടനോട് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? അതായത് ഏട്ടാ, എങ്ങനെ തുടങ്ങണോന്നൊന്നും എനിക്കൊരു പിടി കിട്ടുന്നില്ല. നീ നേരിട്ട് കാര്യം മാത്രം പറ സഞ്ജനെ. ഏട്ടത്തിയമ്മയുടെ കാര്യമാണ് ഏട്ടാ.
എനിക്കെല്ലാം അറിയാം ഏട്ടാ. ഏട്ടത്തിയമ്മയെ കുറിച്ചാണെന്ന് പറഞ്ഞതും ഏട്ടൻ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും ഈ കാര്യം വലിയേട്ടൻ അറിഞ്ഞേ പറ്റൂ. മേഘനയെ പറ്റി വേണ്ടാത്തൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള എൻ്റെ വെറുപ്പും വിദ്വേഷവും ഒന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരും പറയുന്നത് കേൾക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. ഏട്ടത്തിയമ്മയുടെ വയറ്റിൽ ഏട്ടന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്നും ആ കുഞ്ഞിനെ ഏട്ടത്തിയമ്മ എന്നെ അബോർഷൻ ചെയ്ത് കളഞ്ഞുവെന്നും വല്യേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതൊന്നുമല്ല, യഥാർത്ഥ കഥ ഏട്ടത്തി പ്രഗ്നന്റ് ആയിട്ടേ ഇല്ല. ഏട്ടത്തിയമ്മയുടെ വയറ്റിൽ ഒരിക്കലും ഏട്ടന്റെ കുഞ്ഞ് കുരുത്തിട്ട് പോലുമില്ല. അതൊക്കെ വെറും കള്ളമായിരുന്നു. മേഘന പ്രഗ്നന്റ് ആയിട്ടേ ഇല്ലെന്നോ? ഏട്ടത്തിയമ്മ എബോർഷൻ ചെയ്തു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പേപ്പേഴ്സ് ഒന്നും ഏട്ടത്തിയമ്മയുടെ അല്ല. അതൊക്കെ ആരുടേതാണെന്ന് ഞാൻ തന്നെ പറയാം. എന്റെ വയറ്റിൽ കുരുത്ത ആകാശിന്റെ കുഞ്ഞായിരുന്നു അത്. നീ എന്താ ഈ പറയുന്ന മഞ്ജരി? മേഘനെ അബോർഷൻ ചെയ്തെന്നോ? ഇതൊക്കെ വെറുതെ വാഗോണ്ട് പറഞ്ഞാ വിശ്വസിക്കില്ലാന്ന് എനിക്കറിയാം. ഈ കടലാസിലുള്ള തെളിവുകൾ കണ്ടാലെങ്കിലും ഇത് സത്യമാണോന്ന് വിശ്വസിക്കോ? നോക്ക്. ഓ നോ, ആകാശുമായി എനിക്ക് ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്നറിഞ്ഞ അത് വലിയ പേരുദോഷാവൂന്ന് കരുതിയ ഏട്ടത്തിയമ്മ അത് സ്വന്തം തലയിലെടുത്ത് വെച്ചത്. എന്നെ ഏട്ടത്തിയമ്മ അവിടെ രക്ഷിക്കായിരുന്നു. ചോദിച്ചത് നിന്നോടാ മേഘനെ. നീ മനഃപൂർവ്വം അബോർഷൻ ചെയ്ത് കളഞ്ഞതല്ലേ? സത്യം പറ. എന്നോട് നീ സത്യം തുറന്നു പറയുന്നുണ്ടോ മേഘനെ? ഞാനന്ന് അബോർഷൻ ചെയ്ത സമയത്ത് എന്റെ പേര് രക്ഷിക്കാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിലെ ഫയൽസിൽ ഏട്ടത്തിയമ്മ സ്വന്തം പേര് കൊടുത്തത്. സിസ്റ്റർ, അബോർഷൻ എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ പ്രോസസ് എങ്ങനെയായിരുന്നു? പേഷ്യന്റിന്റെ പേര് പറയൂ. കല്യാണം കഴിയാത്ത കുട്ടിയാ, വെറുതെ പേരുദോഷം ഉണ്ടാക്കണ്ട. മേഘന. ഹസ്ബൻഡിന്റെ പേര്? മിഥുൻ നന്ദൻ. വേണുട്ടാ, സുഖായിരിക്കുന്നോ? ഓ, സുഖായിരിക്കും. ഹായ്, സുഖായിരിക്കുന്നോ? പരമസുഖം. സഞ്ജന എവിടെ പോയതാവും? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. മിക്കവാറും മേഘനയുടെ റൂമിലുണ്ടായിരിക്കും. ഈയിടെയായിട്ട് രണ്ടുപേരും അടയും ചക്കരയും പോലെയാ. സഞ്ജന മേഘനയോട് ഒത്തിരി അടുക്കുന്നത് അത്ര നല്ലതല്ല. മേഘനെ, സഞ്ജന ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? വന്നില്ലല്ലോ ചെറുമേ. ശരി, അവൾ ഇങ്ങോട്ടെങ്ങാനും വന്നാ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്ക്. നിന്നോടൊക്കെ അവള് കൂടുതൽ അടുത്താ അത് അവളുടെ ഭാവിക്ക് നല്ലതല്ല. അതുകൊണ്ട് ഇനി അത് വേണ്ട. അവളൊന്നും അറിയാത്ത കൊച്ചുകുട്ടിയാ. വെറുതെ എന്തിനാ തെറ്റുകൾ കണ്ട് പഠിക്കാൻ നിൽക്കുന്നേ? പുതുപെണ്ണ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. പുതിയ ഭർത്താവിനെ സ്വീകരിക്കാനായിരിക്കും അല്ലേ? ഈ കല്യാണം ഇടയ്ക്ക് വെച്ച് മുടങ്ങുന്നാണോ നീ പ്രതീക്ഷിക്കുന്നേ? അങ്ങനെ വല്ല നാടകവും നീ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആവോ? എങ്കിലത് വെറുതെയാണെന്ന് കൂട്ടിക്കാം. അതായത് വീണ്ടും എന്തെങ്കിലും തരികിട ഒപ്പിച്ചിട്ട് മിഥുന്റെ തലയിൽ കയറിയിരിക്കാന്ന് കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. നീയും ജയദേവേട്ടനും കൂടി തീരുമാനിച്ചതുപോലെ കെട്ടാൻ വന്നിരിക്കുന്ന ആ കിഴങ്ങന്റെ തലയിലോട്ട് കെട്ടിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഇനി എന്തായാലും ആ മരവാഴയുടെ കൂടെ ജീവിക്കുന്നതായിരിക്കും നിനക്കും നല്ലത്. എന്തായാലും ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. നീ പോലും പ്രതീക്ഷിക്കാത്ത പോലെ ഇപ്പൊ നിന്റെ ജീവിതം മലക്കം മറിയുന്നേ. എന്തായാലും ഇന്നത്തോടുകൂടി നിന്റെ ശല്യം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.
എന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയ മേഘനേട്ടത്തി ഇങ്ങനെ ചെയ്ത്. കല്യാണത്തിന് മുൻപേ തന്നെ എന്റെ വയറ്റിൽ ആകാശിന്റെ കുഞ്ഞ് വളർന്നിരുന്നു എന്നറിഞ്ഞാൽ അതോടെ എന്റെ ജീവിതം തകരുമെന്ന് ഏട്ടത്തി കരുതി. ഞാൻ അബോർഷൻ ചെയ്യാൻ പോയിരുന്നപ്പോ എന്റെ പേര് പോലും രേഖകളിൽ ഉണ്ടാവരുതെന്ന് മേഘനേട്ടത്തിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് ഏട്ടത്തിയുടെ പേര് എഴുതി കൊടുത്ത്. അതുകൊണ്ടല്ലേ ഇന്ന് എല്ലാവർക്കും ഏട്ടത്തിയെ എടുത്തിട്ട് ചവിട്ടാൻ ഒരു അവസരം ഉണ്ടായത്. മേഘനേട്ടത്തി വെറും പഞ്ചപാവമാണ് വല്യേട്ട. ആരുടെയോ വാക്ക് കേട്ട് ശ്രീരാമൻ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചു. അതേ പാത പിന്തുടർന്നുകൊണ്ട് വല്യേട്ടനും ഏട്ടത്തിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മഹാപാപം അത്. ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അയ്യോ മമ്മി, ആ ക്ലോത്ത് ഇങ്ങെടുക്ക്. പെട്ടെന്നാവട്ടെ. ഇങ്ങതാ അവിടെ നിന്നേ ചാരു. ചേച്ചിയുടെ രണ്ടാം കല്യാണം കൂടാൻ ഒരുങ്ങി ചമഞ്ഞ് വന്നിരിക്കുകയാണോ? എന്തൊരു നാറിയ കുടുംബമാടി നിന്റേത്. ഒരാളെ ഉപേക്ഷിച്ച് അടുത്ത ആളെ കണ്ടെത്തുന്നത് നിന്റെ കുടുംബത്തിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിയ ശീലമായിരിക്കും. ഈ നന്ദൻ കുടുംബത്തിൽ നിന്നിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടി? വലിച്ചു കയറാൻ നിൽക്കുന്ന കുറെ ബന്ധങ്ങളല്ലാണ്ട്. അതിനേക്കാൾ എത്രയോ ഭേദം തന്നെയാ ഈ കല്യാണം. ഒന്നുമില്ലെങ്കിൽ ചേച്ചിക്ക് ഒരല്പം സമാധാനമെങ്കിലും കിട്ടുമല്ലോ. എന്തിനു ഉരുമ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്ന നിന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് എവിടെ ചെന്നാലും ഗതി കിട്ടില്ല എന്ന് ഉറപ്പല്ലേ? എന്നാലും പറയാതിരിക്കാൻ വയ്യാട്ടോ. വെളുത്ത് തൊലിഞ്ഞ ഈ മുഖത്തിന് പുറകിൽ മാരകമായ കാളകൂട വിഷം നിറഞ്ഞ മനസ്സാ നിന്റെയൊക്കെ. അത് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി തൊട്ട് ഈ കാളകൂട വിഷത്തിനോട് കൂടുതൽ അടുക്കാതിരിക്കാൻ ശ്രമിക്കും. മതി വാചകടിച്ചത്. എന്റെ മോള് സഞ്ജന ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കുറച്ചു മുമ്പ് മിഥുനേട്ടന്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. മഞ്ജരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യാ? അത് മിഥുനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ആന്റി. അരമണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിന്റെ കൂടെയല്ലേ? അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ മഞ്ജരി? എന്താ അതിര്? എന്താ വല്ലാണ്ടിരിക്കണേ? മുഖത്തെന്തോ വല്ലാണ്ട് വെപ്രാളം കാണുന്നുണ്ടല്ലോ. എനിക്കോ? ഇല്ല പ്രേമതേ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്റെ റൂമിൽ എന്താണാവോ കാര്യം? മഞ്ജരി നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. സഞ്ജനയെ തപ്പി തപ്പി ഞാനും ഇവിടെ വന്ന് പെട്ടു. സഞ്ജന എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ മിഥുൻ? ആ, കുറച്ചു മുമ്പ് കണ്ടിരുന്നു. പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ ഞാൻ ഇറങ്ങിപ്പോയതാ. പിന്നെ അവൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. മഞ്ജരി, എന്താ നിനക്ക് പറയാനുള്ളത്? ഏയ്, വേറൊന്നുമല്ല മിഥുൻ. ഇനി കല്യാണം കഴിയുന്നവരെ മണവാട്ടി വേറൊന്നും കഴിക്കരുതെന്നാ.
നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം കേട്ടോ. എനിക്കിപ്പോ നല്ല വിശപ്പ് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയില്ല. വേണ്ട വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞല്ലോ, ശല്യം ചെയ്യല്ലേ. എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറയ്ക്കാം കിനാവിൽ. പൂവിൻ മിഴിനീർമുത്തേ നീ തൂമഞ്ഞിൻ തുള്ളിയോ, തേങ്ങുന്നൊരെന്നാത്മദാഹമോ. എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറയ്ക്കാം കിനാവിൽ. പൂവിൻ മിഴിനീർമുത്തേ നീ തൂമഞ്ഞിൻ തുള്ളിയോ, തേങ്ങുന്നൊരെന്നാത്മദാഹമോ. എരിയുന്ന ചിതയിൽ നീറും ശലഭത്തിനുണ്ടോ വസന്തം. ഉരുകുന്ന മഞ്ഞിൻ കടലിൽ എന്റെ കനലുകൾക്കുണ്ടോ തെളിച്ചം. അകലുന്ന തീരം തേടി അലയും മോഹമേ, ആതിരത്താരമില്ലേ ആകാശമില്ലേ. എല്ലാം മറക്കാം. മിഥുനേട്ടന് എന്റെ ഇഷ്ടം മാത്രമല്ല, ജീവനാ. എന്നെക്കാളും ജീവനാ എനിക്ക്. എനിക്ക് മിഥുനേട്ടനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഐ ലവ് യു മിഥുനേട്ട. തൂമഞ്ഞിൻ തുള്ളിയോ, തേങ്ങുന്നൊരെന്നാത്മദാഹമോ. എല്ലാ ബന്ധങ്ങൾക്കും ഇതുപോലെ ഒരവസാന ദിവസം, ഒരവസാന ക്ഷണമുണ്ടായിരിക്കൂ. എന്തായാലും നമുക്കിടയിൽ അത് വളരെ പെട്ടെന്ന് എത്തിന്ന് തോന്നിപ്പോവുക. വിധിയെ സ്വീകരിക്കാന്നല്ലാതെ മറ്റൊരു മാർഗവും ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. എല്ലാം മറക്കാം. ഇനി നമുക്കൊന്നിക്കാനാവില്ല. പിടയുന്ന മനസ്സുകളെ, മരണത്തിനുണ്ടോ പിണക്കം. തളരുന്ന നെഞ്ചിൻ ചിറകിൽ എൻ്റെ കിളിക്കുഞ്ഞിനുണ്ടോ സ്വരങ്ങൾ. ഇരുളിലും മിന്നി നിനക്കും സ്വന്തമായി ഇത്തിരി വെട്ടമില്ലേ ഈ ജന്മമില്ലേ. എല്ലാം മറക്കാം നീലാവേ, എല്ലാം മറക്കാം. അരുണിമാമേ, വധുവിനെയും വരനെയും കൂട്ടിക്കൊണ്ടുവരിക. വലിയേട്ടാ, 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 ദേ താഴെ തിരുവേനി വിളിക്കുന്നുണ്ട്. ഇനി എന്തിനു നോക്കി നിൽക്കുന്നേ? എന്നെ കൊണ്ട് ഇരുത്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ കേറി ചെന്നാ കതിർ മണ്ഡപത്തിൽ ഇരിക്കൂട്ടോ. മഞ്ചരി, ആദ്യം കല്യാണ ചെറുക്കനെ കേറണ്ട്, പിന്നെയാണ് പെണ്ണ് ചെല്ലേണ്ടത്. പോ ആന്റി, ഈ തിരുമേനി വല്ലാതെ ലാഗ് അടുപ്പിക്കുന്നുണ്ടല്ലേ. ആവോളം കാത്തിരിക്കാൻ ക്ഷമ കാണിച്ച നിനക്ക് ആറുവോളം കാത്തിരിക്കാൻ പറ്റുന്നില്ലേ എന്റെ മഞ്ചരി. ഇനി കുറച്ച് ക്ഷണങ്ങൾ മാത്രം, അത് കഴിഞ്ഞാൽ മിഥുൻ നിന്റെ സ്വന്തമാ.